ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്തിൻ്റെ ഫ്ലവറാണെന്ന് മനസ്സിലായോ? ഇതൊരു ഫ്ലവറാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോൾ മനസ്സിലായി കാണില്ല. ഇത് ഫ്ലവറാണ്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് കേട്ടോ. അത് വിരിയാതെ നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. ഇത് ഒടിഞ്ഞു പോയതാണ്. നമുക്ക് ഇന്നലെ ഇത് വിരിഞ്ഞ സമയത്ത് രാത്രിയാണ് ഇത് വിരിയുന്നത്. അപ്പോൾ വിരിയുന്ന സമയത്ത് അകത്ത് വെള്ളം കയറി ആ വെയിറ്റ് കൊണ്ട് അത്യാവശ്യം വലിയൊരു ഫ്ലവറായിരുന്നു അത്. ആ വെയിറ്റ് കൊണ്ട് അവിടെ ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചത് നമുക്ക് നഷ്ടമായ ഒരു ഫ്ലവറാണ്. അതിങ്ങനെ നിൽപ്പുണ്ട്. ഇത് ചെറിയ ഫ്ലവർ ബഡ്സൊക്കെ വരുന്നതാണ് കേട്ടോ. ഈ ഫ്ലവർ ബഡ്സ് വന്നിട്ട് പിന്നെ ഇതുപോലെ വലുതായി കയ്യിലിരുന്ന ഫ്ലവർ പോലെ വലുതായി വരും. അപ്പം ഇത് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ. നല്ല ഫ്രൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഒരു വെള്ളച്ചൊവയും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. വെള്ള ഉണ്ട്, ചുവപ്പുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ഒത്തിരി പൈസയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിടത്തുനിന്ന് ഒരു ചെറിയ തണ്ട് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്തൊന്നും ഇത് വാങ്ങണ്ട. ആരുടെയെങ്കിലും കയ്യിൽ നിന്നുള്ളത് ഉള്ളിടത്തുനിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നല്ല വെറൈറ്റി ആണെന്ന് നോക്കിയിട്ട് വാങ്ങുക. അവരുടെ അടുത്ത് നിന്ന് തണ്ട് മേടിച്ചാൽ മതി. ചെറിയ അവരൊക്കെ എല്ലാവരും തന്നെ തരും. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നും അല്ല. നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നത് മണ്ടത്തരമാണ്. ഇത് രാത്രിയിലാണ് ഇതിൻ്റെ ഫ്ലവർ നന്നായിട്ട് വിരിഞ്ഞ് വരുന്നത്. ഇത് കണ്ടോ, രാത്രി വിരിഞ്ഞേക്കുന്നതാണ്. ഇതിലും നന്നായിട്ട് കുട പോലെ വിരിഞ്ഞ് വരും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഈ ഭംഗിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടില്ല. അധികം വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. കാരണം ഇതിൻ്റെ ഫ്ലവർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട് ചെറിയ കലോറി കുറഞ്ഞ നല്ലൊരു ഫ്രൂട്ടാണ്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒത്തിരി അടങ്ങിയ നല്ല ഫ്രൂട്ടാണത്. എപ്പോഴും കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ രോഗപ്രതിരോധ ശക്തിക്കും ഒക്കെ നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഇത് വീട്ടിൽ വളർത്തി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വീട് അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒക്കെ, കടയിൽ നിന്ന് ഐ മീൻ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അത് പകുതി മൂപ്പിൽ കൊണ്ടുവരുന്നത് കൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസവും ഗുണങ്ങളിലൊക്കെ കുറവൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ വളർത്തുക അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നിടത്തുനിന്ന് അറിയാവുന്ന ഫാമുകളിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു തണ്ടും കിട്ടും കേട്ടോ. ചുമ്മാ അത് കൊണ്ടുപോയി വെച്ച് നട്ട് പരിപാലിച്ചാൽ മതി. ഇത് കോൺക്രീറ്റ് പോസ്റ്റേൽ നമ്മൾ ടയർ കെട്ടി വെച്ച് ആണ്, കമ്പി വെച്ച് ടയർ ഇട്ടാണ് വളർത്തിയേക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. ചെറിയൊരു മതിലേലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.